രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കാനെ കൊണ്ട് ആദ്യം രംഗപ്രവേശനം ചെയ്ത വ്യക്തിയാണ് റിനി, യുവനടിയായിട്ടുള്ള റിനി എന്ന് പറയുന്ന അവർ. അപ്പോൾ അവരെ ഒരു ഇൻ്റർവ്യൂ ആണ് നമ്മൾ ആദ്യം കാണുന്നത്. അതിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ ഒരു ആരോപണങ്ങളൊക്കെ രംഗത്ത് വരുന്നത്. ഇല്ല, ഊക്കേഴ്സ് എന്നുള്ള ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ആ ഒരു ഡയലോഗ് പറഞ്ഞിട്ടാണ് ഈ യുവനടി ആ ഒരു ഇൻ്റർവ്യൂ ക്ലോസ് ചെയ്യുന്നത് തന്നെ. ആ ഇൻ്റർവ്യൂവിൻ്റെ അവസാനമാണ് ഈ ഒരു ബോംബ് കൊണ്ടിട്ട് പൊട്ടിക്കുന്നത്. അപ്പോൾ അതിലൂടെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടൽ തുടങ്ങിയത്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള ഈ നടിയെ വാട്സാപ്പിലൂടെ അശ്ലീല സന്ദേശങ്ങൾ അയച്ചു, അതിനുശേഷം ബ്ലോക്ക് ചെയ്തു, അതിനുശേഷം പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു ഫ്രണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിനൊക്കെ ശേഷമാണ് അതിന് ശേഷം കുറേ നാളുകൾക്ക് ശേഷമാണ്, കുറേ നാളെന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് ഏകദേശം 2 വർഷം കൊണ്ടായി, ആ 2 വർഷത്തിന് ശേഷമാണ് ഇപ്പം ഇങ്ങനെ ഒരു ആരോപണമായിട്ട് വരുന്നത്. അപ്പം അതിൻ്റെ പിന്നിലുള്ള പരിപാടികളും അതിൻ്റെ പിന്നിൽ നടക്കുന്ന കളികളെല്ലാം ജനങ്ങൾക്ക് അറിയാവുന്നതാണ്, മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പം അന്ന് ആ ഒരു ആരോപണം വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രോമത്തിൽ പോലും അത് തട്ടാതങ്ങ് പോയി. അപ്പം അതിനുശേഷമാണ് ഈ പറഞ്ഞിട്ടുള്ള അതിജീവിതകളെ ഇറക്കി തുടങ്ങിയത്. കാരണം യുവനടി ഇതാന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലായി ആ ഒരു സംഭവം. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇപ്പം റീസെൻ്റായിട്ട് ആ യുവനടിയുടെ റിനിയുടെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയുണ്ടായി. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ 1-2 കാര്യങ്ങൾ ഞാനിവിടെ വീഡിയോ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കാരണം റിനിയുടെ വായിൽ നിന്ന് തന്നെ പച്ചക്കള്ളം വെളിയിൽ വന്നിരിക്കുകയാണ്. കാരണം അത് ആ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയേക്കുന്ന ഈ ഒരു പരാതികൾ പച്ചക്കള്ളമാണെന്ന് റിനിയുടെ വായിൽ നിന്ന് തന്നെ പറയാതെ പറയുന്ന രംഗമാണ് ഇവിടെ ഞാൻ കാണുന്നത്. അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ പറയാം അതെന്താണെന്ന്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ മാക്സിമം നിങ്ങൾ വീഡിയോ എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിനെ സ്നേഹിക്കുന്ന ആളുകൾ, അതുപോലെ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. മാക്സിമം നമ്മൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോകളെല്ലാം മാക്സിമം നല്ല റീച്ചിൽ എത്തിക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ജനങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിക്ക് തിരിച്ച് കയറി വരാൻ സാധിക്കത്തുള്ളൂ. ജനങ്ങളുടെ പിന്തുണയാണ് വേണ്ടത്. കാരണം സ്വന്തം പാർട്ടി പോലും പുള്ളിയെ കൈ ഒഴിഞ്ഞൊരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത് അല്ലേ. ഇപ്പം MLA സ്ഥാനം കൂടെ രാജിവെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പാർട്ടിക്ക് വേണ്ടി പട്ടിയെ പോലെ പണിയെടുത്ത വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം. ആ പാർട്ടി പിന്നെ ഒരു പട്ടിയുടെ വില പോലും രാഹുലിന് കൊടുക്കത്തില്ല. ഇപ്പം രാഹുലിൻ്റെ കയ്യിൽ MLA സ്ഥാനം ഉള്ളത് കൊണ്ട് മാത്രമാണ്. MLA സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പാർട്ടി പറഞ്ഞാൽ ഒപ്പിട്ട് കൊടുക്കാനുള്ളൊരു സ്ഥാനമല്ല. പുള്ളി കഷ്ടപ്പെട്ട് ജനങ്ങളുടെ പിന്തുണ, ജനങ്ങൾ സപ്പോർട്ട് ചെയ്ത് പുള്ളിക്ക് കൊടുത്തൊരു അംഗീകാരമാണ്. അത് കോടതി പറയുവാണെങ്കിൽ പുള്ളി രാജിവെക്കും. പിന്നെ പാർട്ടിയിൽ നിന്ന് എടുത്ത് കളയാതിരിക്കുകയോ അത് പാർട്ടിക്ക് തീരുമാനിക്കാം. പക്ഷേ രാഹുൽ എന്ന വ്യക്തി നേടിയെടുത്ത MLA സ്ഥാനം അത് രാഹുലിനെ കൊണ്ട് ബലമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള രാജിവെപ്പിക്കുന്ന കാര്യം അത് നടക്കത്തില്ല. ഇപ്പോൾ അതുകൊണ്ടാണ് പല ആളുകളും അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് പ്രസംഗിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ചുണയുണ്ടെങ്കിൽ, അന്തസ്സുണ്ടെങ്കിൽ, നാണമുണ്ടെങ്കിൽ, ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ചിട്ട് പോകണം, MLA സ്ഥാനം രാജിവെച്ചിട്ട് പോകണം എന്ന് പറയുന്ന പല ആളുകളെ നമ്മൾ കണ്ടതാണ്. KV ഗണേഷ് കുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ MLA സ്ഥാനം രാജിവെച്ച് പോകണമെന്ന്. അപ്പോൾ അതിലൂടെ തന്നെ മനസ്സിലാക്കാം MLA സ്ഥാനം അങ്ങനെ പാർട്ടിക്ക് ബലമായിട്ട് പിടിച്ച് രാജിവെപ്പിക്കാൻ പറ്റിയ ഒരു കേസല്ല. അത് രാഹുൽ മാങ്കൂട്ടം തനിയെ സ്വയമേ ഒരു തീരുമാനം എടുക്കേണ്ടതാണ്. ആ ഒരു തീരുമാനം രാഹുൽ മാങ്കൂട്ടം എടുക്കത്തില്ല എന്നാണ് 100-ൽ 101% എൻ്റെ ഒരു വിശ്വാസം. നിയമസഭാ ഇലക്ഷന് ഇനി വലിയ താമസമൊന്നും ഇല്ലെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പം നിയമസഭാ ഇലക്ഷൻ്റെ പടി രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് ചവിട്ടിപ്പിക്കില്ല, അതിനകത്ത് പങ്കെടുപ്പിക്കില്ല. അതിനുള്ള പരിപാടിയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യം പരിഗണിക്കാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാനുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ നോക്കുന്നത്. ഇനിയിപ്പം അടുത്ത നാളെ ശനിയാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും. ഇനിയും കുറച്ച് വാദങ്ങളുടെ കേൾക്കാനുണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് ഇനി എന്തൊക്കെ പറയും നമുക്കറിയത്തില്ല. ഇനിയിപ്പം 10 പരാതികൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ പ്രായപൂർത്തിയാക്കാതെ ഒരു പോക്സോ കേസും കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാൻ പോകുന്നത് ഈ പ്രായപൂർത്തിയാകാത്ത വ്യക്തിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇനിയുള്ള ഇത്. കാരണം ജാമ്യം നിഷേധിക്കണം, അതാണ് വേണ്ടുന്നത്. കാരണം ഇതിപ്പം ഈ പറഞ്ഞിട്ടുള്ള ക്രൂരമായിട്ടൊരു റേപ്പിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളൊന്നും അല്ല. ഇത് ക്രൂരമായിട്ടുള്ള റേപ്പെന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ റേപ്പെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, റേപ്പിൻ്റെ അർത്ഥങ്ങളൊക്കെ എന്താണ് നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? റേപ്പാണോ ഇത്? ഒരിക്കലും അല്ല.
അപ്പം ജാമ്യം കിട്ടാത്ത വകുപ്പൊന്നും അല്ലല്ലോ ഇത്. അപ്പോൾ എന്തുകൊണ്ട് ജാമ്യം കൊടുക്കാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോകുന്നതിൻ്റെ ഉദ്ദേശമല്ല നമുക്കറിയാവുന്നതാണ്. അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയം നശിപ്പിക്കുക, അതാണ് മെയിനായിട്ടുള്ള ലക്ഷ്യം. ഓക്കെ, ഇനി ഞാനിവിടെ രാഹുൽ മാങ്കൂട്ടം ഇപ്പം അതിനു മുമ്പ് റിനിയുടെ വീഡിയോ വെക്കുന്ന ഇവിടെ റിനിയുടെ ഇൻ്റർവ്യൂ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇവിടെ 1-2 ഭാഗങ്ങൾ വയ്ക്കാം. അതിനു മുമ്പ് ഇപ്പം പിണറായി വിജയനെ അന്ന് എടോ പിണറായി വിജയ എന്ന് വിളിച്ചതിൻ്റെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടം ഇന്ന് അകത്ത് കിടക്കുന്നതെന്ന് പറയുന്ന പല ആളുകളും ഉണ്ട്. രാഹുലിനെ ഇഷ്ടമല്ലാത്ത ആളുകൾ ഇന്നും വാദിച്ചുകൊണ്ട് കിടക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പം അതിന് രാഹുൽ മാങ്കൂട്ടം തന്നെ അതിന് മറുപടി തന്നിട്ടുണ്ട്. ഇപ്പം നമ്മളെല്ലാവരും ഇപ്പം കുഞ്ഞു പിള്ളേരെ തന്നെ ഇപ്പം സിനിമ ഇൻഡസ്ട്രിയിൽ നോക്കിക്കഴിഞ്ഞാൽ ലാലേട്ടൻ വരുന്ന സമയത്ത് എല്ലാവരും എന്താണ് വിളിക്കുന്നത്? ലാലേട്ടനെ ലാൽ അങ്കിളെന്നോ, അല്ലെങ്കിൽ ലാൽ ചേട്ട, അല്ലെങ്കിൽ മോഹൻലാൽ ചേട്ട, അല്ലെങ്കിൽ മോഹൻലാൽ മാമ എന്നൊന്നും അല്ല വിളിക്കുന്നത്. കൊച്ചു പിള്ളേർ വരെ മോഹൻലാലിനെ കാണുമ്പോഴത്തേക്ക് മുഖത്ത് നോക്കി മോഹൻലാൽ അല്ലെ ലാലേട്ടൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. മമ്മൂട്ടി എങ്ങനെയാണ് വിളിക്കുന്നത്? മമ്മൂട്ടി വരുമ്പോഴത്തേക്ക് മാമാന്നോ, അല്ലെങ്കിൽ അങ്കിളേന്നോ, അല്ലെങ്കിൽ അണ്ണാന്നോ, ഇങ്ങനെയൊന്നും അല്ലല്ലോ വിളിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള സംബോധനകളാണ്, ഇതുപോലുള്ള ഇപ്പം നമ്മൾ വിളിക്കുമല്ലോ, സംബോധന ചെയ്യുമല്ലോ. അതുപോലെയാണ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളെയും ഓരോ വ്യക്തികളും അതുപോലെയാണ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തൊട്ട് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകളും അങ്ങനെയാണ് സംബോധന ചെയ്യുന്നത്. അതുപോലെയാണ് രാഹുൽ മാങ്കൂട്ടം അവിടെ സംബോധന ചെയ്തിട്ടുള്ളത്. ഇപ്പം മുഖ്യമന്ത്രിയെ നമ്മൾ എങ്ങനെയാണ് പിണറായി വിജയൻ എന്നല്ലേ വിളിക്കുന്നത്, അതുപോലെ ഉമ്മൻചാണ്ടി എന്നാണ് വിളിക്കുന്നത്. ആരെങ്കിലും ഉമ്മൻചാണ്ടിയെ മാമനെന്നോ, അല്ലെങ്കിൽ അങ്കിളെന്നോ, അണ്ണനെന്നോ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ അങ്ങനെയാണ് വിളിക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. അപ്പം എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടം പിണറായി വിജയനെ എടോ പിണറായി എന്ന് വിളിച്ചതിൻ്റെ പേരിലാണ് ഇന്ന് അനുഭവിക്കുന്നതെന്ന് പറയുന്ന ആൾക്കാർക്ക് രാഹുൽ മാങ്കൂട്ടം തന്നെ അവർ മറുപടി കൊടുക്കുന്നത്. അതൊന്ന് കണ്ടു നോക്കാം. അത് ഞാൻ ഇവിടെ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് റീനിയിലോട്ട് പോവാം. വിജയനെ വിജയൻ എന്ന പേരിൽ അഭിസംബോധന ചെയ്യുന്ന വളരെ ചുരുക്കം പേരെയാണ് കണ്ടിട്ടുള്ളത്. ഈ അറസ്റ്റിനും അതിനുശേഷമുള്ള സംഭവവികാസങ്ങൾക്ക് ശേഷം പിണറായി വിജയൻ എന്ന പേര് പറയാതിരിക്കാൻ രാഹുൽ ശ്രമിക്കുന്നതായി തോന്നിയിട്ടുണ്ട്. അതല്ലെങ്കിൽ വിജയൻ എന്ന പേരിലാണ് അഭിസംബോധന ചെയ്തത്. അത് എന്താ അതിന് പിന്നിൽ? അദ്ദേഹത്തിൻ്റെ പേരാണല്ലോ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും അപരനാമമോ അദ്ദേഹത്തെ പരിഹസിച്ച് വിളിക്കുന്ന ഏതെങ്കിലും പേരോ അല്ല പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ്. ഒരാളുടെ പേര് പറയുന്നതിനകത്ത് തെറ്റ്. ഇപ്പോൾ CPM നേതാക്കന്മാരും പ്രവർത്തകരും അവർ ഉമ്മൻചാണ്ടി എന്നല്ലേ പറയുന്നത്, AK ആൻ്റണി എന്നല്ലേ പറയുന്നത്, കരുണാകരൻ എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതിനകത്ത് പേര് പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് മുൻപും ഞാൻ ശീലിച്ചിട്ടുള്ളൊരു ശീലതാണ്. വിജയൻ തന്നെയാണ് സാധാരണഗതിയിൽ അഭിസംബോധന ചെയ്യാറായിട്ടുള്ളത്. കേട്ടല്ലോ, ഇത്രേ പുള്ളിയും പറഞ്ഞോളൂ. പുള്ളി അവിടെ എടാന്നോ പോടാന്നോ ഒന്നും വിളിച്ചിട്ടില്ല, പേര് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ പറഞ്ഞിട്ടുള്ള സെലിബ്രിറ്റി ആണെങ്കിലോ, രാഷ്ട്രീയ നേതാക്കളാണെങ്കിലോ, ഇനി മറ്റ് മേഖലയിൽ നിൽക്കുന്ന ആരാണെങ്കിലോ എല്ലാവരെയും അതുപോലെ തന്നെയാണ് വിളിക്കുന്നത്. ഇപ്പം നരേന്ദ്രമോദി എല്ലാവരും എങ്ങനെയാണ് പ്രധാനമന്ത്രി എന്ന് പോലും പറയത്തില്ല, അഭിസംബോധന ചെയ്യത്തില്ല. നരേന്ദ്രമോദി അല്ലെങ്കിൽ മോദി ഇങ്ങനെയാണ് വിളിക്കുന്നത്. കൊച്ചു പിള്ളേർ വരെ അങ്ങനെയാണ് വിളിക്കുന്നത്. അത്രയേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഒരു സ്പീച്ചിൽ നിൽക്കുന്ന സമയത്ത്, ഒരു പ്രാസംഗിക ഒരു വേദിയിൽ നിൽക്കുന്ന സമയത്ത് അവിടെ കുറച്ച് എനർജറ്റിക് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് അതങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു പോകും. അത് സ്വാഭാവികമാണ്. അത് കുറേ ആൾക്കാരെടുത്തിട്ട് പിണറായി വിജയനെ എടോന്ന് വിളിച്ച്, പിണറായി വിജയനെ വിജയൻ എന്ന് വിളിച്ച് എന്നൊക്കെ പറഞ്ഞ് പേര് വിളിച്ച് അതുകൊണ്ടാണ് അനുഭവിക്കുന്നത് എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് വേറൊന്നും എനിക്ക് പറയാനില്ല. എന്തായാലും റിനിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടു നോക്കാം. റിനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ട് നോക്കുക. ഇന്നത്തെ നിയമവ്യവസ്ഥയിൽ എന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യിപ്പിക്കാൻ ഈ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുമില്ല. ആദ്യം ഫസ്റ്റ് FIR ഇടണമെങ്കിൽ എന്തെങ്കിലും കാര്യം വേണം. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ താങ്കളെ കുറിച്ച് ഇപ്പൊ ഇവിടെ ഇറങ്ങിയിട്ട് താങ്കളെ കുറിച്ച് പരാതി പറഞ്ഞാൽ താങ്കളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? അവർ FIR ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ അവർ അന്വേഷിക്കും, അതിനുശേഷം FIR ഇടാൻ പറ്റുള്ളൂ. ഒന്നും അന്വേഷിക്കുക അങ്ങനെ അതൊക്കെ വെറുതെ പറയുന്നതാ. ഒന്നും അന്വേഷിക്കാതെയാണ് ഒരാൾ പിടിച്ചോണ്ട് പോകുന്നത്. അത് സംഭവിക്കില്ല. അതായത് ഇനീഷ്യലി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അവർ അന്വേഷിക്കും. ഇപ്പൊ ഞാൻ ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇവിടെ ഇറങ്ങി താങ്കളെ കുറിച്ചൊരു പരാതി കൊടുത്താൽ പോലീസ് അന്വേഷിക്കും. ഇവിടെ ഈ നിൽക്കുന്നവരോടൊക്കെ അന്വേഷിക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അന്വേഷിക്കും. ഒന്നും ഉണ്ടായിട്ടില്ല എന്നാ പിടിച്ചോണ്ടോ? അങ്ങനെയല്ല. അങ്ങനെയൊന്നും പോലീസിന് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്താൽ കോടതി വലിച്ചെറിയും. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നിയമം സ്ത്രീകൾക്ക് അനുകൂലമാണെന്ന് പറഞ്ഞാലും കാര്യത്തിൽ അനുകൂലമാണോ? ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇപ്പം ഈ യുവനടിയുടെ വായിൽ നിന്ന് തന്നെ കള്ളങ്ങൾ പൊളിയുന്നു എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. ഇപ്പം ഇതിനൊക്കെ തുടക്കമിട്ട് വെച്ചത് വ്യക്തിയാണ് ഇപ്പം ഇതിൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ഇൻ്റർവ്യൂ കൊടുക്കുന്ന വ്യക്തി, ഈ യുവനടി എന്ന് പറയുന്നത് റിനി. എന്നിട്ട് റിനിക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെ കുറേ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞ വ്യക്തി അന്ന് പരാതിപ്പെട്ടില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലായിക്കോട്ടെ
ഒരു ഒരു സ്ത്രീക്ക്, അതിന് ആരോ ആയിക്കോട്ടെ, സെലിബ്രിറ്റി ആയിക്കോട്ടെ, സാധാരണക്കാരായിട്ടുള്ളൊരു സ്ത്രീ ആയിക്കോട്ടെ, രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീ ആയിക്കോട്ടെ, ആരാണെങ്കിലും ഒരു അപരിചിതനായിട്ടുള്ളൊരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഇനി ഒരു ഫ്രണ്ട് ആണെങ്കിൽ തന്നെ ഒരു അശ്ലീലമായിട്ടുള്ളൊരു മെസ്സേജോ ഒരു കോളോ പോകുവാണെന്നുണ്ടെങ്കിൽ അവർ എങ്ങനെയായിരിക്കും ഇച്ചിരി സ്റ്റാൻഡേർഡുള്ള, ഇപ്പം റിനി ഇപ്പം സ്റ്റാൻഡേർഡിൽ ഭയങ്കര സ്റ്റാൻഡേർഡിലാണ് ഇൻ്റർവ്യൂവിലൊക്കെ സംസാരിക്കുന്നതും ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നത്. ഞാൻ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡാണ്, എനിക്ക് ഭയങ്കര സ്റ്റാൻഡേർഡുള്ള ആളാണ്, ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ആളാണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ ആ വ്യക്തി എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായ സമയത്ത്, അത് പലവട്ടവും ഉണ്ടായെന്ന് പറയുന്നുണ്ട്, നന്നാവും എന്ന് പറഞ്ഞ് പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല? ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു വ്യക്തി, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഇങ്ങനെയുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവർ പ്രതികരിക്കാതിരിക്കത്തില്ല. അപ്പോൾ എന്തുകൊണ്ട് അത് പരാതിപ്പെട്ടില്ല? അങ്ങനെ ഒരു ചോദ്യം അവിടെ കിടക്കുവാണ് അല്ലേ. ഇനി ഇവിടെ പറയുന്നുണ്ട്, ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് ആരാണെങ്കിലും അന്വേഷിച്ച് കഴിഞ്ഞിട്ടേ ഈ പറഞ്ഞിട്ടുള്ള പോലീസ് അതിന് നടപടിയെടുക്കും, അതിന് പിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനാണെന്ന് അത് മനസ്സിലായതുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതെന്നാണ് ഇവിടെ റിനി പറയുന്നത്. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അപ്പോൾ ഇവിടെ റിനിയുടെ വായിൽ നിന്ന് തന്നെ കള്ളം പൊളിഞ്ഞിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന പരാതികൾ അത് ഒന്നും നേരിട്ട് വന്ന പരാതികളല്ല അല്ലേ, എല്ലാം അവിടെ ഇവിടെ നിന്നിട്ട് ഒരു മെസ്സേജിലൂടെയും അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള പാർട്ടി ഓഫീസിലും KPCCയിലൊക്കെ പോയിട്ടുള്ള പരാതിയാണ്. ലാസ്റ്റ് വന്ന പരാതി ഇമെയിലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഒരു ഇമെയിലിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെ നിന്നോ, അതും ഈ രാജ്യത്ത് പോലുമല്ല, വേറൊരു രാജ്യത്ത് നിന്നിട്ട് ഒരു ഇമെയിലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പരാതി വരുമ്പോഴത്തേക്ക് ആദ്യം പോലീസ് എന്താ ചെയ്യേണ്ടത്? ആ പരാതിയുടെ ഉറവിടം കണ്ടെത്തുക, അത് ആരാണെന്ന് കണ്ടെത്തുക അല്ലേ, അത് ആരാണ്, എവിടുന്നാന്ന് കണ്ടെത്തുക, വ്യക്തി ആരാണ്, ആ വ്യക്തിയുടെ ഉദ്ദേശം ഇൻറ്റൻഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ വ്യക്തിയെ നേരിട്ട് വിളിച്ച് വരുത്തിയിട്ട് വേണം ആ പരാതി രജിസ്റ്റർ ചെയ്യാനും അത് ഒപ്പിട്ട് വാങ്ങാനും അതിൻ്റെ പിന്നെ ഉള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നേരെ എന്താണ് ചെയ്തത്? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ഇമെയിൽ വരുന്നു, 12 മണിക്ക് ചെന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് ഇല്ല കുറ്റവാളികളെ കൊണ്ടുപോകുന്ന പോലെയാണ് പിടിച്ചു കിട്ടിക്കൊണ്ട് പോയിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെ. അപ്പം ഇവിടെ റിനിയുടെ വാദം പൊളിയുന്ന, ഇപ്പം റിനി പറഞ്ഞ കാര്യങ്ങൾ പൊളിയുന്നത് ഇതിലൂടെ തന്നെയാണ്. ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? അത് എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, ആരാണ് അതിൻ്റെ പിന്നിൽ ആ പരാതി കൊടുത്തതെന്നൊക്കെ അല്ലേ ആദ്യം പിടിക്കേണ്ടത്. അപ്പോൾ അതിനൊക്കെ സമയം പിടിക്കുമല്ലോ. ഇത് ഒരു മെയിലിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ എന്ത് ഫാസ്റ്റായിട്ടാണ് ഇവിടെ ഓരോ നടപടികൾ എടുത്തത്. അല്ലാതെ നമുക്കും ഇതുപോലുള്ള ഒരു മെയിലിൻ്റെ അടിസ്ഥാനത്തിൽ പരാതി കൊടുത്താൽ മതിയല്ലോ. അത് എവിടുന്ന എങ്ങനെയാണെന്നൊന്നും അന്വേഷിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ പോലീസിന്. ഇപ്പം നേരെ ചെന്ന് ആ മെയിലിൽ പറഞ്ഞേക്കുന്ന, ഇപ്പം ഞാനൊരു പരാതി ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്കെതിരെയോ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ഒരു പേര് പറഞ്ഞ് അഡ്രസ്സ് പറഞ്ഞൊരു പരാതി കൊടുത്തു, ഇയാൾ എന്നെ ഇതുപോലെ അല്ലെങ്കിൽ ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് രാത്രി 12 മണിക്ക് തന്നെ അയാളെ പോയി അറസ്റ്റ് ചെയ്യുമോ? ഇല്ല. അപ്പം റിനിയുടെ വായി തന്നെ ഇവിടെ കള്ളത്തരം പൊളിഞ്ഞു. കാരണം പോലീസ് ആ പരാതി സത്യമാണെന്ന് കണ്ടുകൊണ്ട് മാത്രമാണ് അറസ്റ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പരാതി വന്ന ഭാഗത്തെ പറ്റിയിട്ട് ഒരു അന്വേഷണവും കാര്യങ്ങളും ഇല്ല. അതാണ് ഇവിടെ ഞാൻ റിനിയുടെ വായി തന്നെ കള്ളത്തരം പൊളിഞ്ഞെന്ന് പറഞ്ഞത്. ഈ ബാക്കിയും കൂടെ കേട്ടോളാം. ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ സമൂഹത്തിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു സ്ത്രീയും പുരുഷന്റെ വിഷയം മാത്രമായിട്ട് കാണുന്നതാണ്. ഒരു ജനപ്രതിനിധിയാണ് ഇവിടെ പ്രതിയായിട്ട്. അദ്ദേഹം എന്തിനാണ്, ഇനി ഒരു സ്ത്രീയാണ് വിളിച്ചെങ്കിൽ പോലും അദ്ദേഹം എന്തിനാണ് അങ്ങനെ ഒരു കാര്യം? ഇതില് പറയുന്ന 2 അതിജീവിതകളും വിവാഹിതരാണ്. ഈ വിവാഹിതരായ സ്ത്രീകളുടെ അടുത്തേക്ക് ഇദ്ദേഹം എന്തിനാണ് പോകുന്നത്? പിന്നെ ഫ്ലാറ്റ് വാങ്ങിക്കാൻ ശ്രമിക്കുന്നു. ഇത്തരത്തിലുള്ള പാരിതോഷികങ്ങൾ എന്തിനാണ് ആളുകളിൽ നിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുന്നത്? ജനപ്രതിനിധി ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇവിടെ ഈ വിഷയം മുന്നോട്ട് വെക്കുന്നവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഒരു ജനപ്രതിനിധി ആകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ധാർമ്മികതയുണ്ട്. നിയമത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. പക്ഷെ അതിനൊരു ധാർമ്മികതയുണ്ട്, ഒരു റെസ്പോൺസിബിലിറ്റി ആ സമൂഹത്തോട് അദ്ദേഹത്തിന് ഉണ്ട്. അതാണ് ഇവിടെ ഏറ്റവും വലിയ സംഭവം. അല്ലാതെ ഇതൊരു വെറും ഒരു അതായത് ഇത് പുരുഷന്മാർ കാണുന്നത്, ഇവിടെ ഞാനാണെങ്കിലോ എന്നാണ് ഈ പുരുഷന്മാർ അവരെ പ്ലേസ് ചെയ്തുകൊണ്ടാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, ഇതൊരു ജനപ്രതിനിധി. ഇതിൽ ഈ പുള്ളിക്കാരി പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഈ ഏടാകൂടങ്ങളിലൊന്നും ചെന്ന് ചാടാൻ പാടുള്ളതല്ല. പക്ഷേ അപ്പോഴും ഇവിടെ വേറൊരു കാര്യം, അത് പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം രാഷ്ട്രീയപരമായിട്ട് ഇതിനകത്ത് വലിച്ചിട്ടേക്കുന്നത്. വ്യക്തിപരമായിട്ട് ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം രാഹുൽ മാങ്കൂട്ടമായിട്ട് രാഹുലിന് ഈ പറഞ്ഞിട്ടുള്ള മറ്റുള്ള പരാതി തന്നേക്കുന്ന പരാതിക്കാരികളുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ അവർക്ക് ഈ പറഞ്ഞിട്ടുള്ള പോലീസുമായിട്ട്
ബന്ധപ്പെടാന്നേ ഉള്ളായിരുന്നു. പക്ഷേ അവരെന്താണ് ചെയ്തത്, രാഷ്ട്രീയപരമായിട്ട് എടുത്ത് അത് ഈ പറഞ്ഞിട്ടുള്ള KPCCക്കും അവിടെ ഇവിടെയൊക്കെയാണ് പരാതി കൊടുത്തിട്ടുള്ളത്. DGPക്കും മുഖ്യമന്ത്രിക്കൊക്കെയാണ് പരാതി കൊടുത്തിട്ടുള്ളത്. ഒരിക്കലും ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു ആർക്കാണെങ്കിലും, ഈ സാധാരണക്കാരാണോ പണക്കാരാണോ ആരാണെങ്കിലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോഴത്തേക്ക് അവർ നേരിട്ട് ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ടല്ല പോകുന്നത്. ആദ്യം നിയമപരമായിട്ട് പോകും, പിന്നെയാണ് ആ നിയമപരമായിട്ട് പോയിട്ട് അതിനെന്തെങ്കിലും ന്യായമായിട്ടുള്ള വിധി കിട്ടുന്നെങ്കിൽ, ന്യായമായിട്ടുള്ള ഇത് അവർ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ലെങ്കിലാണ് പിന്നെ മേലോട്ട് പോയി പിന്നെ അതൊരു രാഷ്ട്രീയപരമായിട്ട് അതൊരു കണക്ട് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, സ്റ്റാർട്ടിങ്ങിലെ രാഷ്ട്രീയപരമായിട്ടാണ് ഇത് കൊണ്ടുവന്നേക്കുന്നത്. അതിലൂടെ തന്നെ മനസ്സിലാക്കാം രാഹുലിനെ പൂട്ടാനെ കൊണ്ട് എല്ലാ വർഷത്തുള്ള ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ കുടിക്കിയത് എങ്ങനെയാണ്, സോളാറുമായിട്ട് ബന്ധപ്പെട്ട് സരിതയെ കൊണ്ടിറക്കി ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയം നശിപ്പിച്ചു. അവസാനം പുള്ളിയെ ഈ പറഞ്ഞിട്ടുള്ള രോഗാവസ്ഥയിലേക്ക് തള്ളിവിട്ട് ലാസ്റ്റ് നരകിപ്പിച്ച് പുള്ളിയെ കൊന്നുകളഞ്ഞു. അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഇതുപോലെ ചെയ്യാനുള്ള പരിപാടിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളി ഒരു മാനസിക രോഗി എന്ന് മുദ്ര കുത്തണം, അതാണ് വേണ്ടുന്നത്. അപ്പം ഇവിടെ ഇപ്പം പറയുന്നുണ്ടല്ലോ, ഇപ്പം ഇതിനകത്ത് ഈ പുള്ളിക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയ്ക്ക് അതും കല്യാണം കഴിഞ്ഞ സ്ത്രീകളുമായിട്ട് ഇങ്ങനെയുള്ള ബന്ധം തുടരാൻ പാടില്ല, അല്ലെങ്കിൽ ബന്ധപ്പെടാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്ക് ഒരു കല്യാണം കഴിക്കാത്തൊരു ചെറുപ്പക്കാരനുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതിൽ കുഴപ്പം ഇല്ല എന്നും കൂടെയാണ് ഇവിടെ ഇവർ പറഞ്ഞു വെക്കുന്നത്, അല്ലേ? ഇപ്പം കല്യാണം കഴിച്ച സ്ത്രീകൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ആരെ വേണമെങ്കിലും, കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരെ തേടി പിടിച്ച് അങ്ങോട്ട് പോവാം. പക്ഷേ കല്യാണം കഴിക്കാത്തൊരു ചെറുപ്പക്കാരൻ, അതും രാഷ്ട്രീയ മേഖലയിലോ ഇനി ഏത് മേഖലയിലും നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരന് കല്യാണം കഴിച്ചൊരു സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ലെന്നാണ് ഇവിടെ പറയുന്നത്. അതിലൂടെ മനസ്സിലാക്കിക്കൂടെ എന്തുമാത്രം പൊട്ടത്തരമാണ്, അല്ലെങ്കിൽ എന്തുമാത്രം കള്ളങ്ങളാണ് ഈ വായിൽ നിന്ന് വീണുകൊണ്ടിരിക്കുന്നത്, എന്താണ് പറയുന്നതെന്ന് പോലും പുള്ളിക്കാരിക്ക് അറിയത്തില്ല. അപ്പം മറ്റുള്ളവർ ചെയ്തത്, ഈ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ ചെയ്തത് നല്ല കാര്യം. രാഹുൽ മാങ്കൂട്ടമാണ് ഇവിടെ മോശക്കാരനായത്. അവരെ ഭർത്താവിനെ വഞ്ചിച്ചും കുടുംബത്തിനെ വഞ്ചിച്ചും മറ്റൊരു പുരുഷൻ്റെ കൂടെ ഇറങ്ങിപ്പോയതും, അല്ലെങ്കിൽ മറ്റൊരു പുരുഷൻ്റെ കൂടെ ഫ്ലാറ്റിൽ പോയതും, ഈ പറഞ്ഞിട്ടുള്ള ഫ്ലാറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളതും, വില കൂടിയ വാച്ചുകൾ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളതും, എന്തിനു പറയുന്നത് ജെട്ടി പോലും മേടിച്ചു കൊടുത്തതും, ചെരുപ്പ് മേടിച്ചു കൊടുത്തതും, ഇതൊന്നും തെറ്റല്ല, അല്ലേ? ഇതൊന്നും തെറ്റല്ല. ഇതൊക്കെ നല്ലതാണ്. ഇതൊക്കെ പൊതുസമൂഹത്തിനും അല്ലെങ്കിൽ വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകൾക്കും നല്ല സന്ദേശം കൊടുക്കുന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. ഇതൊക്കെ നല്ലതാണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പം ഇവിടെ രാഹുൽ മാങ്കൂട്ടം മാത്രമേ തെറ്റുകാരനുള്ളൂ. മറ്റുള്ളവരൊക്കെ അവരൊക്കെ ചെയ്തിട്ടുള്ളത് നല്ല കാര്യങ്ങളാണ്. ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് തന്നെ. അപ്പോൾ എന്തായാലും കൊള്ളാം എന്തായാലും. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇഷ്ടപ്പെടുന്ന ആളുകളും സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഉറപ്പായിട്ട് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. രാഹുലിനെ ഇനിയും രാഹുൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളോടാണ്. കാരണം ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം രാഹുൽ എന്നൊരു വ്യക്തിയുടെ രാഷ്ട്രീയത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓരോ സ്പീച്ചുകളും ഓരോ പ്രസംഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാൻ അത്രമാത്രം ആസ്വദിച്ച് കണ്ടുകൊണ്ടിരുന്നതാണ്. ഈ പറഞ്ഞ പോലെ സംഘപരിവാറിനെതിരെയും ഈ പറഞ്ഞിട്ടുള്ള അക്രമങ്ങൾക്കെതിരെയും അനീതികൾക്കെതിരെയും നല്ല രീതിയിൽ ശബ്ദം ഉയർത്തി സംസാരിച്ച് ജനങ്ങളുടെ പൾസറിഞ്ഞ് പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് രാഹുൽ മാങ്കൂട്ടം. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു സപ്പോർട്ട് രാഹുലിന് ഉറപ്പായിട്ടും കാണും. കാരണം രാഹുലിൻ്റെ രാഷ്ട്രീയം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. വ്യക്തിപരമായിട്ടുള്ള പുള്ളിയുടെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. അത് പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്തൊന്നും ഞാൻ രാഷ്ട്രീയവും വ്യക്തിപരമായിട്ടുള്ള ജീവിതവും തമ്മിൽ ഞാൻ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് ആരാണെങ്കിലും തന്നെ. അതുകൊണ്ടാണ് ഞാൻ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെ.